ഡിഫൻസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്പർ 1, S-400 എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാൻ S-400 വ്യോമ പ്രതിരോധ സംവിധാനം നവംബറിൽ ഇന്ത്യയിലെത്തും. നമ്പർ 2, മലേഷ്യൻ വ്യോമസേനയുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിൽ നിന്നും തേജസിനെ ഒഴിവാക്കിയെന്നത് കൊറിയൻ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വ്യാജ വാർത്ത. നമ്പർ 3, 10ാം ഘട്ട സൈനിക ചർച്ചയിൽ ഗോഗ്രയുടെയും ഹോട്ട് സ്പ്രിംഗ്സിന്റെയും ഫ്രിക്ഷൻ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പിന്മാറ്റത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ കരാറിൽ നിന്നും ചൈന കാലുമാറി. നമ്പർ 4, ഭീകരാക്രമണങ്ങളെ നേരിടുന്നതിനുള്ള കഴിവ് ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ വ്യോമസേന ബുള്ളറ്റ് ഗ്രനേഡ് ആക്രമണങ്ങളെ നേരിടാൻ കഴിയുന്ന സ്പെഷ്യലിസ്റ്റ് വാഹനങ്ങൾ സേനയിൽ ഉൾപ്പെടുത്തി. COVID-19 പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും S-400 ലോങ് റേഞ്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഡെലിവറി ഷെഡ്യൂൾ 2021 അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കരാർ ശരിയായ ട്രാക്കിലാണെന്നും ഈ വർഷം നവംബറോടെ ഡെലിവറികൾ ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. ഇടപാട് വേഗത്തിലാക്കാൻ ഇന്ത്യ ശ്രമം നടത്തിയിരുന്നു. ഇത് സാധ്യമല്ലെന്ന് ആദ്യം റഷ്യൻ പക്ഷം പറഞ്ഞിരുന്നുവെങ്കിലും ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് റഷ്യ കരാറിന് വേഗത കൂട്ടിയിരുന്നു. ഔദ്യോഗിക സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് അമേരിക്കയുടെ എതിരാളികൾക്കെതിരെ ഉപരോധം ചുമത്തുന്ന കാറ്റ്സ നിയമത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കൂടാതെ ഈ കരാർ ദേശീയ സുരക്ഷാ പരിഗണനകളെല്ലാം പാലിക്കുന്നുണ്ടെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അമേരിക്കയുടെ എതിർപ്പിനെ അവഗണിച്ച് 2018 നവംബറിൽ ഇന്ത്യ 5 S-400 റെജിമെന്റുകൾക്കായി റഷ്യയുമായി $5.43 ബില്യൺ കരാർ ഒപ്പിട്ടിരുന്നു. ഇവയുടെ ഡെലിവറികൾ 2021 അവസാനത്തോടെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കുന്നത്. ഇന്ത്യ അമേരിക്കയുമായുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുകയും ഗതാഗത വിമാനം, ഹെലികോപ്റ്ററുകൾ, പീരങ്കികൾ, ഡ്രോണുകൾ തുടങ്ങി നിരവധി മുൻനിര സൈനിക പ്ലാറ്റ്ഫോമുകൾ ഏറ്റെടുക്കുകയും ചെയ്തതോടെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ റഷ്യയുമായുള്ള S-400 ഇടപാടിനെ കുറിച്ച് ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. പേയ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും കരാർ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ ഒരു പത്രസമ്മേളനത്തിൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നിലവിൽ S-400 സംവിധാനം ഇന്ത്യയിൽ വിതരണം ചെയ്തിട്ടില്ലെന്നും അതിനാൽ ഉപരോധത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഞങ്ങൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുമായി S-400 കുറിച്ചുള്ള ആശങ്കകൾ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഹൈ എൻഡ് ടെക്നോളജി S-400 എത്തുന്നതോടെ ഒരു ഇടത്തരം കാലഘട്ടത്തിൽ വീഴുന്ന യുദ്ധവിമാന സ്ക്വാഡ്രോണുകൾക്ക് പരിഹാരം നൽകും. മുൻ വ്യോമസേന ചീഫ് എയർ ചീഫ് മാർഷൽ BS ധനോവ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെ ബൂസ്റ്റർ ഡോസ് എന്നും റാഫേൽ യുദ്ധവിമാനത്തെ ഗെയിം ചേഞ്ചർ എന്നുമാണ് അഭിസംബോധന ചെയ്തിരുന്നത്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. മലേഷ്യയുടെ പ്രായം ചെന്ന MiG-29 ഫ്ലീറ്റിന് പകരമായി 18 പുതിയ വിമാനങ്ങൾക്കായുള്ള മലേഷ്യൻ എയർഫോഴ്സിന്റെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനായി കൊറിയ ആദ്യമായി ആഭ്യന്തരമായി വികസിപ്പിച്ച ലൈറ്റ് അറ്റാക്ക് വിമാനമായ കൊറിയ എയറോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ FA-50 വിമാനം ചൈനയും പാകിസ്ഥാനും സംയുക്തമായി നിർമ്മിക്കുന്ന JF-17 വിമാനത്തിനെതിരെ മത്സരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് കൊറിയൻ മീഡിയകളിൽ വന്നിരുന്നു. വ്യത്യസ്തങ്ങളായ ഒരു കൂട്ടം നിർമ്മാതാക്കളിൽ നിന്ന് താൽപര്യങ്ങൾ വന്നിരുന്നുവെങ്കിലും FA-50, JF-17 എന്നിവയാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെടുന്നത് എന്ന് ഒരു കൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. മലേഷ്യൻ ജെറ്റ് വാങ്ങൽ ഇടപാടിൽ കൊറിയൻ ജെറ്റിന് മികച്ച വിപണന സാധ്യത നേടുന്നതിനായി മാത്രമുള്ള ഒരു നികൃഷ്ടവും വ്യാജവുമായ റിപ്പോർട്ടായിരുന്നു ഇത് എന്നാണ് നിലവിലെ നിഗമനം. ഇതിനുള്ള പ്രധാന കാരണം ചൈനീസ് JF-17മായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ താഴ്ന്ന ഉൽപ്പന്നമാണ് FA-50 എന്നുള്ളത് തന്നെയാണ്. ഏറ്റെടുക്കൽ ചെലവും അറ്റകുറ്റപ്പണികളുടെ അളവും കുറവായത് കാരണം ഇന്ത്യൻ തേജസ് ജെറ്റ് ഈ പദ്ധതിയിൽ ഒരു ഫ്രണ്ട് റണ്ണറായി ഉയർന്നു വന്നു. ഈ ലൈറ്റ് ഫൈറ്ററിനായുള്ള 35% ഘടകങ്ങൾ മാത്രമാണ് വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്നത്. കൂടാതെ പ്രാദേശിക സ്വകാര്യ വ്യവസായങ്ങൾക്ക് തദ്ദേശീയമായി നിർണായക ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായി HAL ശക്തമായ ഒരു ആവാസ വ്യവസ്ഥയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നാഷണൽ ഫ്ലൈറ്റ് ടെസ്റ്റ് സെന്ററും വ്യോമസേനയും നടത്തിയ ഇൻസിഡന്റ് ഫ്രീ ഓപ്പറേഷനുകളാണ് തേജസിന് അനുകൂലമായ മറ്റൊരു പ്രത്യേകത. FA-50യെ പറ്റി പുറത്തിറങ്ങിയ ഈ റിപ്പോർട്ട് മലേഷ്യ ഔദ്യോഗികമായി നിഷേധിച്ചിട്ടില്ലെങ്കിലും ഈ വാർത്ത വ്യാജമാണെന്നും വിശ്വാസ്യതയില്ലാത്തതാണെന്നും വ്യക്തമാണ്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സൈനിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് സൈന്യങ്ങൾ സ്വീകരിക്കേണ്ട അടുത്ത ഘട്ടങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഫെബ്രുവരിയിലെ ചർച്ചയിൽ നടന്ന അത്ഭുതകരമായ മുന്നേറ്റത്തിന് ശേഷം ഇരു വിഭാഗവും സൈനികരെയും ഉപകരണങ്ങളെയും പാങ്കോങ് സോയിൽ നിന്നും പിൻവലിച്ചിരുന്നു. എന്നാൽ രണ്ടു രാജ്യങ്ങളും അതിർത്തിയിലുള്ള സൈന്യത്തിന് ബാക്കപ്പായി കൊണ്ടുവന്ന അധിക സൈനികരെ കൂടി പിൻവലിക്കണമെന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. ഫെബ്രുവരിയിൽ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തെടുത്ത
ശക്തിപ്പെടുത്ത നിലപാടിൽ നിന്നുള്ള ചൈനയുടെ മാറ്റമാണിതെന്ന് ഇന്ത്യ ആരോപിക്കുന്നു. എന്നിരുന്നാലും തർക്കമുള്ള ഹിമാലയൻ അതിർത്തിയിൽ അവശേഷിക്കുന്ന സംഘർഷ പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിരിച്ചുവിടാനാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന കോർപ്സ് കമാൻഡർ തല ചർച്ചയുടെ 11ാം റൗണ്ടിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈമാറിയ നിർദ്ദേശങ്ങളുടെ ഭാഗമാണിതെന്ന് സുരക്ഷാ സ്ഥാപന വൃത്തങ്ങൾ അറിയിക്കുന്നു. പൂർണ്ണമായ പിൻവാങ്ങലിനു പകരം സൈന്യത്തെ കുറയ്ക്കുക എന്ന ചൈനീസ് തന്ത്രം വഴി ഹിമാലയൻ അതിർത്തിയിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളതിനാൽ ഇന്ത്യയെക്കാളും വേഗത്തിൽ സൈനികരെ മുൻനിരയിലേക്ക് എത്തിക്കാനും ചൈനയ്ക്ക് കഴിയുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ചർച്ചയുടെ അഭിപ്രായങ്ങളെ പറ്റിയും ചൈന അയച്ച നിർദ്ദേശത്തെക്കുറിച്ചുമുള്ള ഇന്ത്യൻ പ്രതികരണം ചർച്ച ചെയ്യാൻ ചൈന സ്റ്റഡി ഗ്രൂപ്പ് ഉടൻ യോഗം ചേരുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഈ ഗ്രൂപ്പിലെ ഒരു പ്രധാന അംഗമായ ആർമി ചീഫ് ജനറൽ എം നരവനെ നിലവിൽ ബംഗ്ലാദേശ് സന്ദർശനത്തിലാണ്. പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവും വർദ്ധിച്ചു വരുന്ന കോവിഡ് കേസുകളും കാരണം ഈ കൂടിക്കാഴ്ച അടുത്ത ആഴ്ചയിലേക്ക് നീളാനും സാധ്യതകളുണ്ട്. തങ്ങളുടെ വ്യവസ്ഥയ്ക്കുള്ളിലെ ഉയർന്ന തലങ്ങളിൽ സൈന്യത്തിന്റെ പിൻവാങ്ങലിനായുള്ള ഇന്ത്യയുടെ നിർദ്ദേശങ്ങളെക്കുറിച്ച് ചൈനയും ചർച്ച നടത്തും. അതിർത്തിയിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കും താൽപര്യമില്ലെന്ന് ഇന്ത്യയും ചൈനയും വ്യക്തമാക്കുന്നു. 4 സ്ഥലങ്ങളിൽ നിലവിൽ സൈനികർ പരസ്പരം അഭിമുഖീകരിക്കുന്നതിനാൽ ഇന്ത്യ പിൻവാങ്ങലിന് ചൈനയോട് നിർദ്ദേശിക്കുന്നു. അതിനായി ഗോഗ്രയുടെയും ഹോട്ട് സ്പ്രിംഗ്സിന്റെയും ഫ്രിക്ഷൻ പ്രദേശങ്ങളിൽ നിന്നും ചൈനയെ പിൻവാങ്ങാൻ ഇന്ത്യ നിർബന്ധിക്കുന്നു. പാങ്കോങ് സോയിൽ നിന്നുള്ള പിൻവാങ്ങലിന് ശേഷം ഫെബ്രുവരിയിൽ നടന്ന 10ാം ഘട്ട സൈനിക ചർച്ചയിൽ ഈ ഫ്രിക്ഷൻ പോയിന്റുകളിൽ നിന്നുള്ള പിൻമാറ്റവും അതിനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്യുകയും ഇരുപക്ഷവും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നടന്ന 11ാം ഘട്ട ചർച്ചയിൽ ചൈന പിൻവാങ്ങലിന് പകരം സൈനികരുടെ എണ്ണം കുറയ്ക്കുക എന്ന മാർഗം പിന്തുടരാനാണ് താൽപര്യമെന്ന് വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസ്യത കുറവായതിനാൽ പിൻവാങ്ങൽ ആദ്യം നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. അതിനുശേഷം സൈനികർ എണ്ണത്തിൽ കുറവ് വരുത്തുന്ന വിഷയങ്ങൾ പരിഗണിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. എന്നിരുന്നാലും കരസേന ഇതിനോടകം തന്നെ ലഡാക്കിൽ നിരവധി വിന്യാസ മാറ്റങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കൂടാതെ ചൈനയെ പ്രതിരോധിക്കാൻ ആസൂത്രണം ചെയ്തിട്ടുള്ള നിരവധി നടപടികളിലൊന്നായി ഓർഡർ ഓഫ് ബാറ്റിൽ വീണ്ടും രൂപകൽപ്പന ചെയ്തിട്ടുമുണ്ട്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. പത്താൻകോട്ട് എയർബേസ് പോലെയുള്ള വ്യോമത്താവളങ്ങൾക്കുള്ളിൽ ആക്രമണം നടത്താൻ ശ്രമിക്കുന്ന തീവ്രവാദികളെ നേരിടാനുള്ള കഴിവ് ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ വ്യോമസേന ബുള്ളറ്റ് ഗ്രനേഡ് ആക്രമണങ്ങളെ നേരിടാൻ കഴിയുന്ന സ്പെഷ്യലിസ്റ്റ് വാഹനങ്ങൾ സേനയിൽ ഉൾപ്പെടുത്തി. ലൈറ്റ് ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിളുകൾ സേവനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അവയെ അടിച്ചമർത്താൻ എയർബേസുകളിൽ വിന്യസിക്കുമെന്നും വ്യോമസേന അധികൃതർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇതിനായി 6 ടൺ വാഹനം രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും അതിന്റെ എഞ്ചിൻ മുന്നിലും പിന്നിലും നിന്നും മറഞ്ഞിരിക്കുന്നതിനാൽ എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്യാൻ കഴിയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. 6 മില്ലിമീറ്റർ കട്ടിയുള്ള കവച സംരക്ഷണവും 40 മില്ലിമീറ്റർ വിൻഡ്ഷീൽഡും സജ്ജീകരിച്ച് വാഹനത്തിന് മികച്ച പരിരക്ഷ നൽകിയിട്ടുണ്ട്. ഇതിന് AK-47 സ്നിപ്പർ റൈഫിൾസ് ബുള്ളറ്റുകൾ എന്നിവയെ നേരിടാൻ കഴിയും. കൂടാതെ ഈ വാഹനത്തിന് കവചം കൊണ്ട് പൊതിഞ്ഞതോ പരിരക്ഷിച്ചതോ ആയ ഒരു കനോപ്പി നൽകിയിട്ടുണ്ട്. ഇത് തോക്ക് ഉപയോഗിച്ച് സ്വതന്ത്രമായി വെടിയുതിർക്കാൻ അനുവദിക്കുന്നു. 100 മുതൽ 120 കിലോമീറ്റർ വരെ ഉയർന്ന വേഗത്തിൽ വാഹനം ഓടിക്കാൻ കഴിയുമെന്നും ഫ്ലാറ്റ് ടയറുകളിൽ ഇവ ഓടിക്കാൻ കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. പൂർണ്ണമായും സജ്ജീകരിച്ച 6 ഗരുഡ് കമാൻഡോകൾ അല്ലെങ്കിൽ ക്വിക്ക് റിയാക്ഷൻ ടീം അംഗങ്ങളെ ഉൾക്കൊള്ളാൻ ഈ വാഹനങ്ങൾക്ക് കഴിയും. കൂടാതെ പിന്നിലെ തുറന്ന സ്ഥലത്ത് കൂടുതൽ സൈനികരെയും ഉൾക്കൊള്ളാൻ കഴിയും. 2016 പുതുവർഷത്തിന്റെ തലേന്ന് 4 തീവ്രവാദികൾ പത്താൻകോട്ട് എയർബേസിൽ നുഴഞ്ഞു കയറുകയും യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ അവിടെ വിന്യസിച്ചിരുന്ന ആയുധങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. തീവ്രവാദികൾ കൊല്ലപ്പെടുകയും അവരുടെ ദൗത്യം പരാജയപ്പെടുകയും ചെയ്തുവെങ്കിലും അത്തരം ആക്രമണങ്ങളെ നേരിടാനുള്ള വ്യോമസേനയുടെ തയ്യാറെടുപ്പിലെ ചില പോരായ്മകൾ പരിഹരിക്കുകയും ഇത്തരം ആക്രമണങ്ങളോട് പ്രതികരിക്കാനുള്ള സൈനികരുടെ പരിശീലനം ശക്തമാക്കുകയും ചെയ്തു.